ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ആണ് ഒരു സ്പോയിലറായിട്ട് മമത പെട്ടെന്ന് ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നത്. അത് നിതീഷ് ഉയർന്നു വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ കൺവീനർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തുമ്പോഴും അതിനെ എതിർക്കുന്ന മമതയാണ്. അങ്ങനെ ഒരു ഏകസ്വരത്തിലേക്ക് വരുന്നില്ല. ഇനി രണ്ടാഴ്ചയേ ഉള്ളൂ സമയം. ഒരു സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വളരെ വേഗത്തിൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട സീറ്റ് വിഭജന ചർച്ചകൾ വേഗം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നിശ്ചയമായും ഇപ്പോൾ ഫെബ്രുവരി പകുതിയോടുകൂടി ഇപ്പോൾ 2019 ഷെഡ്യൂൾ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് 7 ഘട്ടങ്ങളിലായിട്ടാണ് 2019 തെരഞ്ഞെടുപ്പ് നടന്നത്. അതേപോലെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ സ്മൃതി ഇപ്പോൾ 4 മീറ്റിങ്ങുകളാണ് ഈ പറയുന്ന ഇന്ത്യ അലയൻസിൻ്റെ ഉണ്ടായിരിക്കുന്നത്. ആകെ 4 മീറ്റിങ്ങുകളാണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് പാറ്റ്നയിൽ നടന്നു. അന്ന് 16 പാർട്ടികളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് ആ യോഗം വരുമ്പോൾ 26 പാർട്ടികളായി. 26 പാർട്ടികളായി എന്ന് മാത്രമല്ല, അലയൻസിനൊരു പേരുമായി, ഇന്ത്യ അലയൻസ് എന്നൊരു പേരുമായി. പിന്നെ മുംബൈയിലാണ് യോഗം നടക്കുന്നത്. ആ മുംബൈയിലെ യോഗത്തിൽ വിവിധ കമ്മിറ്റികളുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ചുവട് വയ്ക്കുന്ന ഒരു മുന്നണിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നവംബറിൽ ഈ 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പൂർണ്ണമായും കോൺഗ്രസ് അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം വരെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും കൂടി ചേർന്നിട്ടൊരു യോഗം ഇന്ത്യ മുന്നണിയുടെ നടന്നിട്ടില്ല. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് ഷെയറിങ് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ സീറ്റ് ഷെയറിങ്ങിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുന്നത് BJPക്കെതിരെ സംയുക്തമായൊരു സ്ഥാനാർത്ഥി എന്നുള്ളതാണല്ലോ പറയുന്നത്. 2019 കണക്കെടുത്താൽ 300 സീറ്റുകളിൽ BJP വേഴ്സസ് കോൺഗ്രസ്, അല്ലെങ്കിൽ BJP വേഴ്സസ് സമാജ്വാദി പാർട്ടി, അല്ലെങ്കിൽ BJP വേഴ്സസ് TMC, അല്ലെങ്കിൽ BJP വേഴ്സസ് DMK, ഈ നിലയ്ക്കാണ് മത്സരം നടന്നിട്ടുള്ളത്. BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യത്തിലാണ്. അവിടെ കോൺഗ്രസ് ഒരു സാന്നിധ്യമേ ആയിരുന്നില്ല. അവിടെ മത്സരം നടക്കുന്നത് BJPയും പിന്നെ SPയുടെയോ അല്ലെങ്കിൽ BSPയുടെയോ ഒരു കോമൺ കാൻഡിഡേറ്റുമായിട്ടാണ്. തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? DMKയുമായിട്ടാണ് ഫൈറ്റ്. വെസ്റ്റ് ബംഗാളിൽ TMCയുമായിട്ടാണ് ഫൈറ്റ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുമായിട്ടാണ് ഫൈറ്റ്. അതേപോലെ തന്നെ പിന്നെ ബീഹാറിൽ JDUവും RJDയും ചേർന്നിട്ടുള്ള മുന്നണിയുമായിട്ടാണ് ഫൈറ്റ്. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ ഒരു 300 സീറ്റുകളിൽ BJP ഒറ്റ കാൻഡിഡേറ്റിനെയാണ് നേരിട്ടിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ അപ്പോൾ സീറ്റ് ഷെയറിങ് മാത്രമല്ല പ്രശ്നം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവുക, ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ഉണ്ടാവുക, മുന്നണിക്കൊരു കൺവീനർ ഉണ്ടാവുക, മുന്നണിക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ ഒരു അജണ്ട, ഒരു പ്രോഗ്രാം ഉണ്ടാവുക. ഇതെല്ലാം വളരെ അടിയന്തരമായ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി? എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 190 സീറ്റുകളിൽ ഡയറക്റ്റ് ഫൈറ്റാണ് BJP വേഴ്സസ് കോൺഗ്രസ്. 190 സീറ്റുകളിൽ വിജയിച്ച എത്ര സീറ്റിലാണെന്നറിയാമോ? 15 സീറ്റിൽ. 175 സീറ്റിലും വിജയിച്ചിരിക്കുന്നത് BJPയാണ്. സ്ട്രൈക്ക് റേറ്റ് 5%. അപ്പോൾ ഇത് നേരിടാൻ കോൺഗ്രസിന് എന്താണ് പരിപാടിയുള്ളത്? കോൺഗ്രസ്സാണ് ഇവിടെ വിജയിക്കേണ്ടത്, ഒരു സംശയവും വേണ്ട. അവിടെ ആ സ്ട്രൈക്ക് റേറ്റ് ഒരു 35-40% എത്താതെ BJPയെ തൊടാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ്. അതായത് നോക്കൂ, അവിടെയൊക്കെ തന്നെ നേരത്തെ കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിച്ച ഇടങ്ങളിൽ മറ്റ് ചില പ്രാദേശിക പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റ് ചില പ്രാദേശിക പാർട്ടികൾക്ക് മത്സരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ അവസരം ഒരുക്കുന്നതിലൂടെ, അവിടെ കോൺഗ്രസ് ഒഴിഞ്ഞു നിൽക്കുന്നതിലൂടെ ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു സ്ട്രേറ്റ് ഫൈറ്റിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ഒരു എഡ്ജ് ഉണ്ട്. നോക്കാം. അതായത് ഇപ്പം കോൺഗ്രസ് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം. രാജസ്ഥാൻ കോൺഗ്രസ് വേഴ്സസ് BJPയാണ്. അതേപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക ഒരു ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ JDU എന്തായാലും വരാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. തമിഴ്നാട്ടിൽ DMK ആണ് സ്ട്രോങ്, കോൺഗ്രസ് ഇല്ല. എന്നാലും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസ്സാണ്, ഈ BJPയെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ വെസ്റ്റ് ബംഗാൾ എടുത്തു. തൃണമൂൽ നന്നായി കഴിഞ്ഞ പ്രാവശ്യം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. 22 സീറ്റാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയിരിക്കുന്നത്. ബീഹാറിലെടുത്തു, JDU നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. 18 സീറ്റാണ് നേടിയിരിക്കുന്നത്, JDU RJD. ഉത്തർപ്രദേശാണ് BJP ഏകപക്ഷീയമായി വിജയം നേടിയ സംസ്ഥാനം. തമിഴ്നാട്ടിൽ DMK ഗംഭീര പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. അവർ 28 സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിലെ മറ്റ് ഘടകകക്ഷികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധാപൂർവം അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻകൈ എടുക്കണം, ഈ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുൻകൈ എടുക്കണമെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിനൊരു പരിപാടി ഉണ്ടാവണം, കോൺഗ്രസ്സിനൊരു നേതാവ് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരു 200-225 സീറ്റുകളിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ നികേഷ് പറഞ്ഞ കണക്ക് ചില പാർട്ടികൾ വന്നാൽ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന്
ഇപ്പം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി അലയൻസിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടി 69 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. 65. 65 65 സീറ്റുകളിൽ മത്സരിക്കും. ബാക്കി പിന്നെ എത്ര സീറ്റാണ് ഉള്ളത്? അവിടെ 15 സീറ്റാണ് ഉള്ളത്. അപ്പോൾ ആ 15 സീറ്റിൽ എത്ര സീറ്റ് കോൺഗ്രസിന് കൊടുക്കുമെന്ന് നമ്മൾ കണ്ടറിയാം. അവിടെ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഉണ്ണി പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തി. അല്ലല്ല, പറഞ്ഞു. നോക്കൂ, 65 സീറ്റുകളിൽ മത്സരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കോൺഗ്രസുമായിട്ട് ഒരു അസ്വാരസ്യമുണ്ട്. കാരണം അവിടെ കോൺഗ്രസ് സമാന്തരായി BSPയുമായി പോലും സംസാരിക്കുന്നു. അതെ. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചേക്കോ എന്നുള്ള ആശങ്കയും ഉണ്ട്. പിന്നെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ OBC വോട്ട് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിലേക്കാണ് കോൺഗ്രസ് വരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. ഒന്ന് ഈ OBC വോട്ട്, രണ്ട് മുസ്ലിം വോട്ട് പിടിക്കുമോ എന്നുള്ള പ്രശ്നം, മൂന്ന് BSPയുമായിട്ട് അവർ സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ അവർ 65 എന്ന് പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 10 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. കോൺഗ്രസിന് അതിൻ്റേതായ ലെഗസി ഉത്തർപ്രദേശിലുണ്ട്. കോൺഗ്രസ് എന്നാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു മുൻ അനുഭവത്തിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടാകണം. അതാണ്. അപ്പം നോക്കാം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ ഇത്തരത്തിൽ അല്ല, കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നന്നായി വിട്ടുവീഴ്ച ചെയ്യും, ബീഹാറിൽ വിട്ടുവീഴ്ച ചെയ്യും, തമിഴ്നാട്ടിൽ വിട്ടുവീഴ്ച ചെയ്യും, വെസ്റ്റ് ബംഗാളിൽ വിട്ടുവീഴ്ച ചെയ്യും, യാതൊരു സംശയമില്ല. മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ പെർഫോം ചെയ്യും, ഇതെല്ലാം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ഉത്തർപ്രദേശിൽ ഒന്നിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ BJPക്ക് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന BJP വലിയ മാർജിനിലാണ് എല്ലാ സീറ്റുകളിലും ജയിച്ചിരിക്കുന്നത്. ആ മാർജിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുമോ? ഇതാണ് നമ്മൾ ഈ പറയുന്ന തർക്കം എന്ന് പറയുന്നത്. ഇപ്പം നികേഷ് സൂചിപ്പിച്ച വളരെ കൃത്യമായ കാര്യമാണ്. അതായത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിക്കുമോ എന്ന ആകാംക്ഷ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കുണ്ട്. തമിഴ്നാട്ടിലൊന്നും പിന്നെ കോൺഗ്രസ് ഒരു സാന്നിധ്യമല്ല, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. കർണാടകത്തിൽ കോൺഗ്രസിനാണ്. ഈ സൗത്ത് ഇന്ത്യ നമ്മളങ്ങനെ എടുക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തർക്കത്തിന് കാരണമാണ്. ഇനി ഭയങ്കര രസകരമായൊരു കാര്യം കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്നിട്ടുണ്ട്. ബീഹാറിൽ എന്താ സ്ഥിതി? ബീഹാറിൽ RJDയും JDUവും തമ്മിലൊരു പ്രശ്നമുണ്ടായിരിക്കുകയാണ്. എന്താണ് ആ പ്രശ്നം? ഇപ്പോൾ ലലൻ സിംഗിനെ മാറ്റിയിട്ട് നിതീഷ് കുമാർ JDUവിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തു. അഖിലേന്ത്യാ അധ്യക്ഷ പദവി ഏറ്റെടുത്ു. എന്താ കാരണം? 75 സീറ്റ് RJDക്കുണ്ടോ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആണ് അവിടെ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RJDയും ഒറ്റയ്ക്കും BJPയും JDU ഒന്നിച്ചുമായിരുന്നു. അപ്പം 74 സീറ്റ് BJPക്ക്, 43 സീറ്റ് JDUവിന്. പക്ഷേ നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. പിന്നെ 2022 ആ സഖ്യം ഉപേക്ഷിച്ചാണ് നിതീഷ് കുമാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ക്ലെയിം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ഒറ്റക്കക്ഷിയായിരുന്നിട്ട് പോലും, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നിട്ട് പോലും RJD പിന്തുണയ്ക്കുന്നു. എന്നിട്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവുന്നു. ഇപ്പോൾ എന്താ RJDയുടെ ഡിമാൻഡ്? നിങ്ങൾ നേരെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തുള്ളൂ. എന്നിട്ട് ദേശീയ നേതൃത്വത്തിലേക്ക് ഇനി നിതീഷ് കുമാർ ശ്രദ്ധ തിരിക്കൂ, ഇവിടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാവട്ടെ. ഈ അജണ്ട JDUവിനകത്ത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ് ലലൻ സിംഗിനെ മാറ്റിക്കൊണ്ട് നിതീഷ് കുമാർ ഏറ്റെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അവിടെ ഇങ്ങനൊരു തർക്കം നിൽക്കുകയാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അവിടെ തർക്കം നിൽക്കുമ്പോൾ പോലും നോക്കൂ, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നിതീഷ് കുമാർ ഒഴിഞ്ഞ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദം കൊടുക്കാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 1 വർഷമായിട്ടും ആകുന്നില്ല. അപ്പോഴാണ് ലലൻ സിംഗ് ലാലു പ്രസാദ് യാദവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഒരു വൈരുദ്ധ്യമാണ്. പക്ഷെ അവിടെ നോക്കൂ, ഇപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ മുസ്ലിം വോട്ട് യാദവ് വോട്ട് RJDയുടെ കൂടിയാണ്, EBC വോട്ട് നിതീഷ് കുമാറിൻ്റെ കൂടിയാണ്. അത് ഏതാണ്ട് 80%. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ബീഹാർ നിൽക്കുന്നുണ്ട് ഈ വൈരുദ്ധ്യങ്ങളുടെ ഒപ്പം തന്നെ. സംശയം ഞാൻ പറയുന്നത്, ഈ തർക്കങ്ങളില്ല എങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന 2 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും. ചെറിയ കാര്യമല്ല. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശിവസേനയെ ഭിന്നിപ്പിച്ചത്? ശിവസേന എന്തായിരുന്നു BJPയുടെ അടിയന്തര ആവശ്യം? BJP മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ശിവസേനയെ ഭിന്നിപ്പിക്കുന്നത്. എന്തിനാണത് ചെയ്തത്? അവരുടെ 48 സീറ്റാവുള്ളൂ. അവിടെ ഒരു സീറ്റ് നഷ്ടമാകുന്ന, അല്ലെങ്കിൽ 2 സീറ്റ് നഷ്ടമാകുന്നത് പോലെയല്ല. 48 സീറ്റിൽ അവിടെ മഹാവികാസ് അഘാഡി ഒരു വലിയ പ്രതിരോധം ഉണ്ടാക്കിയാൽ പകുതിയായി സീറ്റ് കുറഞ്ഞ എന്താ സ്ഥിതി BJPക്ക് അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന കഴിഞ്ഞ 2019 അതേ റിസൾട്ട് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാമെന്ന് BJP വിചാരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തർക്കങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ ബീഹാറിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിലാണെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പ്രശ്നം സീറ്റ് ഷെയറിങ്ങിൽ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്, ഒരു സംശയമില്ല. സീറ്റ് ഷെയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി 26-28 പാർട്ടികളുടെ മുന്നണിയിൽ തർക്കങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി, ആ പേര് തന്നെ വളരെ മനോഹരമായിരുന്നു, അതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന 3 യോഗങ്ങളിലുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം വളരെ പ്രോഗ്രസിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ എന്താണ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്? അതിനൊക്കെ സമയമായില്ലേ? അതിനൊക്കെ സമയമായിക്കഴിഞ്ഞല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഇപ്പോൾ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്നെ മമതാ ബാനർജി പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആരാ അതിനെ പിന്നീന്ന് കുത്തിയത്? കോൺഗ്രസ് തന്നെയാന്നേ. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഖാർഗെ തന്നെ അവസാനം വന്നിട്ട് പറയുന്നു അല്ല അതിപ്പോൾ പറയാനൊന്നും സമയമായിട്ടില്ല എന്ന് പറയുന്നു. നിതീഷ് കുമാറിന് വലിയ ആഗ്രഹമായിരുന്നു കൺവീനറായിട്ട് വരിക എന്നുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് മാത്രമല്ല, നിതീഷ് കുമാർ PM പോസ്റ്റിന് ഐ ചെയ്യുന്ന ഒരാളുമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മമതാ ബാനർജി അതാകാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിതീഷ് കുമാറിന് ആക്കണ്ട. അതിന് പ്രത്യേക കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അടപടലം തകർന്നപ്പോൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങൾ തകർന്നല്ലോ. ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു നേതാവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇല്ല. ആ ഒരു സ്പേസിൽ നിതീഷ് കുമാർ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമത പിന്നെ നൂത്തിയത്. അത് മാത്രമല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു സൗത്ത് ഇന്ത്യൻ നേതാവാണ്. സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ക്ലൗട്ട് ഉണ്ട്. പിന്നെ 10 തെരഞ്ഞെടുപ്പുകൾ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ച വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. 80 വയസ്സിന് മുകളിലുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഈ നരേന്ദ്രമോദിക്കെതിരെ നിർത്താവുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ദളിത് വോട്ടുകൾ ഖാർഗെയെ മുന്നിൽ വെച്ചാൽ വരുമെന്ന് പറയുന്നു. അത് നല്ല കാര്യമാണ്. ഇപ്പം ദളിത് വോട്ടിൻ്റെ ഒരു കണക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2019 എത്തുമ്പോഴുണ്ടല്ലോ 34% ദളിത് വോട്ട് BJPക്കാണ്. എത്രയാണെന്നറിയാമോ? കോൺഗ്രസിൻ്റെ ദളിത് വോട്ട് 20%. ഇതിൻ്റെ ബാക്കിലോട്ട് എടുത്താൽ 1996 BJPക്ക് കിട്ടിയ ദളിത് വോട്ട് എന്ന് പറയുന്നത് 14%. 96 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14%. അന്ന് 34% വോട്ട് കോൺഗ്രസിനാണ് ദളിത് വോട്ട് കിട്ടിയിരിക്കുന്നത്. നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ 96 നിന്ന് 28 വർഷം കഴിയുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടും ദളിത് വോട്ടുകളുമാണ് കൺസിസ്റ്റൻ്റ് ആയി കോൺഗ്രസിൻ്റെ കൂടി ഉള്ളത്. ST വോട്ടുകളാണ് യഥാർത്ഥത്തിൽ BJPയോടൊപ്പം പോയിട്ടുള്ളത്. OBC വോട്ടുകളിലും വർധനവുണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിലുള്ള ഉത്തരേന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷനിൽ പോലും ദളിത് SC വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ട്, മുസ്ലിം വോട്ടുകൾക്കൊപ്പം. അല്ല, ആ കോമ്പിനേഷനൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരുപാട് സംസാരിച്ചു. ഞാൻ ഇപ്പോൾ സ്മൃതിയുടെ അവസരമാണ്. അടുത്ത ഘട്ടത്തിൽ ഇത് വിശദീകരിക്കാം. ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഇതിൽ സീറ്റ് ഷെയറിങ്ങിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ദേ ഷുഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പരിപാടി അവതരിപ്പിക്കണം. നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങളുടെ നേതാവ് ആരാണ്? നിങ്ങളുടെ മുന്നണി സംവിധാനം എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയില്ല എങ്കിൽ ഈ സീറ്റ് ഷെയറിങ്ങിൽ മാത്രം കുടുങ്ങി ഇത്തരം തർക്കങ്ങൾ നിന്നാൽ ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. Meet the editors.